അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് റമദാൻ 21, അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം, അലി റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4-ാമത്തെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ അത് കൂടാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹസ്ബൻഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനുസ്മരിക്കേണ്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു 4 സമയങ്ങളുണ്ട്. 4 സമയങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മൾ എപ്പോഴും ശുദ്ധിയായിട്ടുണ്ടാവേണ്ട 3 കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ശരീരമാണ്, രണ്ടാമത്തെ നമ്മുടെ ചിന്തകളാണ്, മൂന്നാമത്തെ നമ്മുടെ വസ്ത്രങ്ങളാണ്. പിന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ നാവിനെ തന്നെയാണ്, രണ്ടാമത്തേത് നമ്മളുടെ വികാരമാണ്, മൂന്നാമത്തേത് നമ്മളുടെ മുൻകോപമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്താ? ഒന്ന്, നമുക്ക് കിട്ടിയ സഹായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. അതുകൂടെ തന്നെ ധാരാളം പേര് നമ്മുടെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ, നമുക്ക് കിട്ടിയ ഉപദേശങ്ങളാണ്, നല്ല ഉപദേശങ്ങളാണ്. മൂന്നാമത്തേതായിട്ടുള്ളത്, നമുക്ക് മരണം എന്നൊരു സംഭവം വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ മരണത്തെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്താണ്ടാത്ത ഒരു കാര്യം ഒന്ന് ആരോഗ്യമാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആരോഗ്യമുണ്ടെങ്കിലേ ആരെങ്കിലും നമുക്ക് വിലയുള്ളൂ എന്നുള്ളതാണ്. സോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്തെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിന്നെ ബന്ധങ്ങളാണ്, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക. പിന്നെ ഒരിക്കലും മാത്രം ലഭിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത്. രണ്ടാമത്തേത്, നമുക്ക് കിട്ടുന്ന യൗവനം. അതിലും കൂടുതൽ. പിന്നെ മൂന്നാമത്തേതായിട്ടുള്ള ഒരു കാര്യം, സമയം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.